Hello, welcome to our Vietnam series. നമ്മളിപ്പോൾ നാട്ടിൽ വെക്കേഷൻ വന്നിരിക്കുകയാണ്. നാട്ടിൽ നിന്നാണ് നമ്മൾ വിയറ്റ്നാമിലേക്ക് പോകുന്നത്. ഓൾറെഡി നമ്മൾ വിയറ്റ്നാമിൽ പോകുന്നത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്താണ്. ഒരു 2-3 മാസം മുന്നേ തന്നെ എല്ലാ പ്ലാനും അതുപോലെ ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ വെക്കേഷന് വന്നത്. അപ്പോൾ ഡിസംബർ 10th നമ്മൾ വിയറ്റ്നാം ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊച്ചി ടു ഹോച്ചിമിനാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ്. ഹോച്ചിമിനിൽ നിന്നാണ് നമ്മൾ ഫുക്കോക്ക് ഐലൻഡിലേക്ക് പോകുന്നത്. വിയറ്റ്ജെറ്റ് ആയിരുന്നു ഫ്ലൈറ്റ്. രാത്രി ഒരു 11:50 കൂടി കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. ഏജൻസികളുടെ ഒന്നും തന്നെ ഹെൽപ്പ് ഇല്ലാണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ടിക്കറ്റും വിസയും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്തത്. ഐഡിയാസും പ്രോപ്പറായിട്ടുള്ള പ്ലാനിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏജൻസിയുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ പോയി വരാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് വിയറ്റ്നാം. പിറ്റേ ദിവസം രാവിലെ, അതായത് ഡിസംബർ 11 വിയറ്റ്നാം ടൈം ഒരു 6:30 ആയപ്പോഴാണ് നമ്മൾ ഹോച്ചിമിനിൽ എത്തിയത്. ഹോച്ചിമിനിൽ നിന്നാണെങ്കിൽ നമുക്ക് ഫുക്കോക്കിലേക്കുള്ള നെക്സ്റ്റ് ഫ്ലൈറ്റ് വരുന്നത്. ഏകദേശം ഒരു 5.25 മണിക്കൂറോളം ലേ ഓവർ നമുക്ക് ഹോച്ചിമിനിലുണ്ട്. വിയറ്റ്നാമിലെ ടൂറിസ്റ്റ് സീസണാണിത്. അതുകൊണ്ട് തന്നെ ഹോച്ചിമിൻ എയർപോർട്ട് ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. അത്രയ്ക്കും തിരക്കായിരുന്നു ടൂറിസ്റ്റുകളുടെ. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്കൊരു ഡൗട്ട് വന്നിരുന്നു, ഹോച്ചിമിനിൽ 5.25 മണിക്കൂറൊക്കെ ലേ ഓവർ വേണമെന്ന്. പക്ഷെ കുറേ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ ഇപ്പോൾ പീക്ക് സീസൺ ആയതുകൊണ്ട് നല്ല റഷായിരിക്കുമെന്ന്. അതിപ്പോൾ ഏകദേശം ശരിയായി. നമുക്ക് ഈ 5.25 മണിക്കൂർ തന്നെ ഇവിടെ തികയുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്കും തിരക്കായിരുന്നു. ക്യൂ ഒന്നും മൂവ് ചെയ്യുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഡൊമസ്റ്റിക് ടെർമിനലിൽ നിന്നാണ് ഫുക്കോക്കിലേക്കുള്ള നെക്സ്റ്റ് ഫ്ലൈറ്റ് വരുന്നത്. അങ്ങോട്ടേക്ക് പോകാം. ഹോച്ചിമിനിൽ നിന്ന് ഫുക്കോക്കിലേക്ക് ഒരു 1.25 മണിക്കൂർ ട്രാവലാണ് ഉള്ളത് ഫ്ലൈറ്റിൽ. ഫുക്കോക്ക് വിയറ്റ്നാമിൻ്റെ സദേൺ പാർട്ടിലെ ഒരു മെയിൻ ഐലൻഡ് ആണ്. ഇപ്പോഴത്തെ ഒരു ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ഫുക്കോക്ക് ഐലൻഡ്. നമ്മൾ ഡയറക്റ്റ് ഫുക്കോക്കിലേക്കാണ് വരുന്നതെങ്കിൽ, അതായത് വിയറ്റ്നാമിൽ നമ്മൾ ഫുക്കോക്കിൽ മാത്രമാണ് വരുന്നതെങ്കിൽ നമുക്ക് വിസയുടെ ആവശ്യമില്ല. പക്ഷെ ഞങ്ങളുടെ ഈ ട്രിപ്പിൽ ഞങ്ങൾ ഫുക്കോക്ക് കൂടാണ്ട് മറ്റ് സ്ഥലങ്ങളിൽ കൂടെ പോകുന്നതുകൊണ്ട് വിസ എടുക്കേണ്ടതായിട്ട് വന്നു. ഫുക്കോ മാത്രം വെച്ച് ഒരു ട്രിപ്പ് വരുന്നതിനേക്കാൾ വിയറ്റ്നാമിൻ്റെ തന്നെ മറ്റ് ഫേമസ് സിറ്റികളായ ഹോച്ചിമിൻ, ഹനോയ്, ദനോങ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രിപ്പ് ആയിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വിയറ്റ്നാമിൻ്റെ ആ ഒരു കൾച്ചറും അതുപോലെ അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ആ ഒരു ബ്യൂട്ടിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയിൽ വന്നിട്ട് നമ്മൾ കേരളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് വിസിറ്റ് ചെയ്ത് പോകുന്ന പോലെ ഇരിക്കും ഫുക്കോക്ക് മാത്രം വന്നു കഴിഞ്ഞാൽ. അതല്ലാതെ ഹനോയ്, ദനാങ്, ഹോച്ചിമിൻ, സാപ്പ അങ്ങനെ കുറേ പ്ലേസസും ഉണ്ട് വിയറ്റ്നാമിൽ കാണാനായിട്ട്. ഫുക്കോക്കിൽ ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് പോകണം. അപ്പോൾ അതിനായി ഗ്രാബ് വഴിയാണ് നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിരുന്നത്. ഗ്രാബ് നമ്മുടെ നാട്ടിലെ യൂബർ പോലെ തന്നെ ഇവിടുത്തെ ഒരു മെയിൻ ടാക്സി ചെയിനാണ്. പക്ഷേ ഗ്രാബിൻ്റെ പേരിൽ ഇവിടെ ഒരുപാട് സ്കാമുകളും നടക്കുന്നുണ്ട്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത ഗ്രാബാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരാൾ വന്ന് നമ്മളെ വിളിച്ച് കാറിൽ കയറ്റുകയും അത് കഴിഞ്ഞ് വഴിയിൽ ഇറക്കി വിടുകയും എക്സ്ട്രാ അധികം പൈസ ചോദിച്ച് മേടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എപ്പോഴും കയറുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത കാറിൻ്റെ നമ്പർ തന്നെയാണോ എന്ന് നോക്കിയിട്ട് വേണം കയറാനായിട്ട്. അങ്ങനെ ഹോട്ടലിലെത്തി റൂമൊക്കെ കിട്ടി റിലാക്സ് ചെയ്ത് റിഫ്രഷ് ഒക്കെ ആയി പതുക്കെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് ഫുക്കോക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ ഇന്ന് പോകുന്നത് ഫുക്കോ നൈറ്റ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഈ നൈറ്റ് മാർക്കറ്റ് ഉള്ളത്. ഈ കാണുന്നതാണ് ഫുക്കോ നൈറ്റ് മാർക്കറ്റ്. ഇവിടെ ട്രാഫിക് റൂൾസിനൊന്നും ആളുകളൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം കടക്കാനായിട്ട്. വണ്ടികളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നൈറ്റ് മാർക്കറ്റിനുള്ളിലേക്ക് കയറാം. ചെറിയ കുട്ടികൾ വരെ ഇവിടെ ബിസിനസ്സിലൊക്കെ ആക്റ്റീവായിട്ട് ഈ നൈറ്റ് മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. ഫുക്കോ ഒരു സീ ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ നമുക്ക് കുറേ ഫിഷ് ഐറ്റംസ് ഒക്കെ കാണാം. നമ്മൾ കണ്ട മിക്ക വ്ളോഗിലും റീൽസിലും ഒക്കെ ആളുകൾ പറയുന്നത് വിയറ്റ്നാം ഒരു ചീപ്പ് കൺട്രിയാണ്, സാധനങ്ങൾക്കൊക്കെ വിലക്കുറവാണെന്നൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ അത്ര വിലക്കുറവായിട്ടൊന്നും തോന്നിയില്ല. കാര്യം ഇവിടുത്തെ കറൻസി, അതായത് വിയറ്റ്നാം ഡോങ്ങിന് ഇന്ത്യൻ റുപ്പീസിനെ വെച്ച് നോക്കുമ്പോൾ വാല്യൂ കുറവാണെങ്കിൽ പോലും നമ്മൾക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അത്ര ഭയങ്കര ചീപ്പായിട്ടൊന്നും തോന്നിയില്ല. അത്യാവശ്യം എല്ലാം നല്ല റേറ്റിൽ തന്നെയാണ് നമുക്ക് മേടിച്ചിരുന്നത്. പിന്നെ ബാർഗെയിനിങ് സ്കിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ വില കുറച്ച് കിട്ടുമെന്ന് മാത്രം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു ചിക്കൻ പീസിന് ഇവിടുത്തെ 20,000 വിയറ്റ്നാം ഡോങ് ആണ്. അതായത് നാട്ടിലെ ഏകദേശം 75 രൂപ വരും. അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലും ഇതിന് വില വരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിയറ്റ്നാമിലെ ഏറ്റവും വലിയ കറൻസി 5 ലക്ഷത്തിൻ്റെ ഒറ്റ നോട്ടാണ്. അപ്പോൾ എക്സ്ചേഞ്ച് സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും തരുന്ന ഈ 5 ലക്ഷത്തിൻ്റെ ഒറ്റ നോട്ടാണ്. അപ്പോൾ അത് ഈ ചെറിയ ലോക്കൽ ഷോപ്പിലൊന്നും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മാറി കിട്ടണമെന്നില്ല. സോ എപ്പോഴും നമ്മളത് ഹോട്ടലുകളിലോ അങ്ങനെ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കൊടുത്ത് നമ്മളത് ചേഞ്ച് ചെയ്യാൻ നോക്കുന്നതായിരിക്കും ബെറ്റർ.
ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളുടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്ന ഒരു പ്ലേസ് കൂടിയാണ്. ഈ കാണുന്നതൊക്കെ റോളക്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എല്ലാ സാധനങ്ങളുടെയും വില അവിടെ വിയറ്റ്നാം ഡോങ്ങിൽ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും കൺവേർട്ടറിലിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ എളുപ്പം. മെയിൻലി ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് ട്രൈ ചെയ്തത്. നൈറ്റ് ഫുള്ളും അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ലേറ്റ് ആയിട്ടാണ് ഹോട്ടലിൽ വന്നത്. അങ്ങനെ സെക്കൻഡ് ഡേ ഇന്ന് നമ്മളൊരു ഫുൾ ഐലൻഡ് ടൂർ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ ഏജൻസിയുടെ കാറ് രാവിലെ തന്നെ നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിരുന്നു. അതിനുശേഷം അവരുടെ ഒരു ബസ്സിലാണ് നമ്മൾ ഐലൻഡിലേക്ക് പോകുന്നത്. ക്ലൂക്ക് ആപ്പ് വഴിയാണ് ഈ ഏജൻസി ടൂർ ബുക്ക് ചെയ്തത്. വിയറ്റ്നാം വിസ ബുക്കിംഗ്, ഫ്ലൈറ്റ് ബുക്കിംഗ്, അതുപോലെ ഹോട്ടൽ ബുക്കിംഗ്, മറ്റ് ആക്ടിവിറ്റീസിൻ്റെയൊക്കെ ബുക്കിംഗ് എങ്ങനെ ക്ലൂക്ക് ആപ്പ് വഴി ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഏകദേശം ബസ്സിൽ 1 മണിക്കൂർ ട്രാവൽ ചെയ്തതിന് ശേഷമാണ് ഈ ഐലൻഡ് ടൂർ സ്റ്റാർട്ട് ചെയ്യുന്ന ഹാർബറിലേക്ക് നമ്മൾ എത്തിയത്. ഇവിടെ നിന്ന് ടൂർ ഏജൻസിയുടെ തന്നെ ബോട്ടിലാണ് നമ്മൾ ഫസ്റ്റ് ഐലൻഡിലേക്ക് പോകുന്നത്. ഖാംഖി ഐലൻഡ്, മൈറൂട്ട് ട്രോങ് ഐലൻഡ്, മൈറൂട്ട് ഐലൻഡ്, തോം ഐലൻഡ്, ഈ 4 ഐലൻഡുകളാണ് നമ്മളിന്ന് പോകുന്നത്. ഐലൻഡ് ഹോപ്പിങ്ങിലെ 2 മെയിൻ ആക്ടിവിറ്റീസ് ആണ് സ്ക്യൂബ ഡൈവിങ്ങും അതുപോലെ സീ വാക്കിങ്ങും. ഇതിലേതെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരെ ഇവർ ഒരു പേൾ ഫാമിലേക്കാണ് കൊണ്ടുപോകുന്നത്. അല്ലാത്തവരെ ഖാംഖി ഐലൻഡിലേക്ക് വേറൊരു ബോട്ടിൽ കൊണ്ടുപോയി. ഇവിടെ വരുമ്പോൾ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ നമ്മൾ സീ വാക്കിംഗ് ആണ് ചൂസ് ചെയ്തത്. സീ വാക്കിംഗ് ടൈമിലെ ഫോട്ടോസും വീഡിയോസും ഉൾപ്പെടെ ഒരാൾക്ക് ഏകദേശം 5000 സംതിങ് ഇന്ത്യൻ റുപ്പീസ് ആണ് ആയത്. ഗൈഡ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ സീ വാക്കിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ആക്ഷൻസ് ആണ് കാണിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് സീ വാക്കിങ്ങിന് കൊണ്ടുപോകുന്നതാണ് വിചാരിച്ചത്. പക്ഷെ രണ്ടുപേരെയും 2 വഴിക്കാണ് അവർ കൊണ്ടുപോയത്. അവസാനം ഞങ്ങൾ സീ വാക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലാസ്റ്റ് ഒരു പോയിന്റിൽ കണ്ടുമുട്ടി. നമ്മൾ സീയുടെ അടിയിലേക്ക് പോകുന്തോറും നമ്മുടെ ചെവിക്ക് ഭയങ്കര പ്രഷർ തോന്നും. അപ്പോൾ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ ആദ്യം എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഞാൻ മേളിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ അവർ ഡീപ്പ് ബ്രീത്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കംഫർട്ട് ആക്കിയിട്ടാണ് ഞാൻ പിന്നെ സീ വാക്കിങ്ങിന് ഇറങ്ങിയത്. എന്തായാലും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഒരുപാട് ഫിഷും അതുപോലെ തന്നെ കോറൽസും ഒക്കെ കണ്ടു. നല്ല ഭംഗിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വരുന്ന എല്ലാവരും ഒന്നുമില്ലെങ്കിൽ സ്ക്യൂബ ഡൈവിങ് അല്ലെങ്കിൽ ഈ ഒരു സീ വാക്കിങ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ മാക്സിമം എടുക്കാനും നോക്കുക. ഇതിന് ശേഷം നെക്സ്റ്റ് ഐലൻഡിൽ സ്നോർക്കലിങ്ങിന് കൂടി പോയിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എവിടെയോ മിസ്സായി. ഉച്ചയോടുകൂടി നമ്മൾ മൈറൂട്ട് ട്രോങ് ഐലൻഡിലെത്തി. അതായത് നമ്മുടെ 3rd ഐലൻഡ്. ഇവിടെയാണ് നമ്മുടെ ലഞ്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി കുറച്ചു നേരം നമ്മൾ ബീച്ച് സൈഡിലൂടെ നടന്നിട്ടൊക്കെ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഇതാണ് ഇവരെ നമുക്ക് സെറ്റ് ചെയ്തിരുന്ന ലഞ്ച്. ഒരു വലിയ ടേബിളിൽ ഏകദേശം 8 പേരുണ്ടായിരുന്നു ലഞ്ച് കഴിക്കാനായിട്ട്. എഗ് ഓംലെറ്റ്, ചെമ്മീൻ, അതുപോലെ ഓയിസ്റ്റർ, പിന്നെ ടോഫു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് ബീച്ചിലൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അത്യാവശ്യം എടുത്ത് അതിനുശേഷം ഇത് ഏജൻസി തന്നെ നമുക്ക് ചെയ്തു തന്ന ഒരു ഡ്രോൺ വീഡിയോ ആണ്. നമ്മൾ നിൽക്കുന്ന ഈ ഐലൻഡിൻ്റെ കംപ്ലീറ്റ് വ്യൂ കിട്ടുന്ന രീതിയിൽ അവർ എടുത്തു തന്നിട്ടുണ്ട്.
ഇതിന് ശേഷം നമ്മൾ 4th ഐലൻഡായ തോം ഐലൻഡിലേക്കാണ് പോയത്. ഇതാണ് ലാസ്റ്റ് ഐലൻഡ്. ഇവിടെ കേബിൾ കാർ എക്സ്പീരിയൻസ്, അതുപോലെ ഒരു വാട്ടർ പാർക്ക് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ്. അപ്പോൾ അങ്ങനെ വാട്ടർ തീം പാർക്കിലേക്ക് പോകാം. അക്വാടോപ്പിയ വാട്ടർ പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ നാട്ടിലെ വണ്ടർലേ ഒക്കെ പോലെ തന്നെ ഒരു പാർക്കാണിത്. 21 വാട്ടർ ഗെയിംസ് എന്തോ ഈ പാർക്കിലുണ്ട്. പക്ഷെ ഇവിടെ മൊബൈൽ അതുപോലെ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. സോ എല്ലാം നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ലോക്കറിൽ സേഫായിട്ട് വെക്കണം. അതിനുശേഷമാണ് വാട്ടർ ഗെയിംസിലേക്കൊക്കെ പോകുന്നത്. നല്ലൊരു വാട്ടർ പാർക്കായിരുന്നു. നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്യാൻ പറ്റി. പക്ഷേ സമയപരിധി കൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. കാരണം ഉടനെ തന്നെ നമുക്ക് കേബിൾ കാറിൻ്റെ അങ്ങോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ അവിടെ തിരക്കാവും. വൈകിട്ട് 6 മണി വരെയാണ് ഈ കേബിൾ കാർ ഉള്ളൂ. സോ അതിന് മുന്നേ എത്രയും വേഗം നമുക്ക് ക്യൂവിൽ പോയി നിൽക്കണം, അല്ലെങ്കിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ക്യൂവിലൊക്കെ പോയി നിന്നു. അങ്ങനെ കേബിൾ കാറിൽ കയറാൻ പോവാണ്. ഏകദേശം 25 മിനിറ്റാണ് ഈ ഐലൻഡ് ഫുൾ കവർ ചെയ്തിട്ടുള്ള ഈ കേബിൾ കാർ റൈഡ് ഉള്ളത്. എല്ലാ ഐലൻഡ് ഹോപ്പിങ്ങും കഴിഞ്ഞ് ഈവനിങ്ങിൽ തിരിച്ചു പോകുമ്പോൾ കേബിൾ കാർ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പോൾ നമുക്ക് സൺസെറ്റൊക്കെ കാണാം, അതുപോലെ ഫുൾ ഐലൻഡിൻ്റെ കംപ്ലീറ്റ് വ്യൂ ഒക്കെ കണ്ട് റിലാക്സ് ചെയ്ത് പോകാം. നല്ല രസമായിരുന്നു കേബിൾ കാർ എക്സ്പീരിയൻസ്. ഫുക്കോക്കിൽ വരുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ കേബിൾ കാർ ട്രൈ ചെയ്യണം, പ്രത്യേകിച്ചും ഈവനിങ്ങിൽ. അപ്പോൾ സൺസെറ്റൊക്കെ കണ്ട് പിന്നെ ഈ ബോട്ടുകളൊക്കെ കിടക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. കൂടുതലും ഫിഷിംഗ് ബോട്ടുകളും ടൂറിസത്തിൻ്റെ ബോട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു 25 മിനിറ്റിൻ്റെ കേബിൾ കാർ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ എൻഡ് പോയിന്റിലെത്തി. ഇവിടെ ഇനി വാട്ടർ ഷോ ഉണ്ട് രാത്രിയിൽ. അതുകൂടാണ്ട് തന്നെ ഇവിടെ ഫേമസ് ആയിട്ട് ഫോട്ടോഗ്രാഫിയൊക്കെ നടക്കുന്ന കിസ് ബ്രിഡ്ജ് ഉണ്ട്. 4 ഐലൻഡ് ഹോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഇനി ഹോട്ടലിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. ഇതൊക്കെയായിരുന്നു ഡേ 1 and 2 വിയറ്റ്നാം വിശേഷങ്ങൾ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ, ചൂസ്.